ഒരു 30 മിനിറ്റ് ഉണ്ടെങ്കിൽ സെറ്റാക്കാൻ പറ്റിയ ഒരു അറബിക് റൈസ് ചെയ്ത് നോക്കിയാലോ. അപ്പം ചൂടായ കുക്കറിലേക്ക് സൺഫ്ലവർ ഓയിലും സ്പൈസസും ഉള്ളി, ക്യാപ്സിക്കം, പച്ചമുളക് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന് ശേഷം നമ്മൾ പേസ്റ്റാക്കി വെച്ച തക്കാളി ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ശേഷം 2 മാഗി ക്യൂബ് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് അറബിക് മസാല 1 സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത ചിക്കനാണ് ഞാനിപ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് കുതിർത്ത് വെച്ച ബസ്മതി റൈസാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ 2 കപ്പ് ബസ്മതി റൈസാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഈ മസാലയും ചോറും ഒക്കെ ഒന്ന് മിക്സായി കഴിഞ്ഞാൽ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള അളവിൽ നല്ല ചൂട് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഉണക്കനാരങ്ങ ആദ്യം ഇടാൻ മറന്നു വേണ്ട, ഞാനിപ്പോഴാണ് ഇടുന്നത്. എന്നിട്ട് കുക്കർ മൂടി വെച്ചിട്ട് 1 വിസിൽ വരെ ഹൈ ഫ്ലെയിമിൽ വേവിക്കാം. നമ്മുടെ മധുഹൂത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ സെർവ് ചെയ്ത് കഴിക്കാം. നല്ല ടേസ്റ്റുള്ളൊരു റൈസാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്.